ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ CDSന്റെ GK ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുവാണ്. ഇന്ന് നോക്കുന്നത് നവംബറിലെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ആണ്. നമ്മൾ ഓൾറെഡി പല മാസത്തെയും ചെയ്തിട്ടുണ്ട്. എല്ലാ മാസത്തെയും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇന്ന് നവംബറിലാണ് നോക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നവംബറിലെ നോക്കാം. 9th നവംബർ എന്താണ്? വേൾഡ് ലീഗൽ സർവീസസ് ഡേ ആണ് 9th നവംബർ വരുന്നത്. 10th നവംബർ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ. ഓർത്തു വെക്കുക, 9th നവംബർ എന്താണ് വേൾഡ് ലീഗൽ സർവീസസ് ഡേ. 10th നവംബർ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ. ഇനി 11th നവംബർ എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. അതുപോലെ തന്നെ 12th നവംബർ എന്താണ്? വേൾഡ് ന്യൂമോണിയ ഡേ. 11th നവംബർ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. 12th നവംബർ വേൾഡ് ന്യൂമോണിയ ഡേ. 30th നവംബർ വേൾഡ് കൈൻഡ്നസ് ഡേ. 40th നവംബർ ചിൽഡ്രൻസ് ഡേ. 30th നവംബർ വേൾഡ് കൈൻഡ്നസ് ഡേ ആണ്. 40th നവംബർ എന്താണ്? ചിൽഡ്രൻസ് ഡേ ആണ്. ഇന്ത്യയിലെ ചിൽഡ്രൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എന്നാണ്? 14th നവംബറിലാണ്. അതുപോലെ തന്നെ 16th നവംബറിൽ എന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ ടോളറൻസ് ആണ്. അതുപോലെ തന്നെ അന്ന് എന്താണ്? നാഷണൽ പ്രസ് ഡേ ആണ്. ഒന്ന് ഓർത്ത് വെക്കുക, നാഷണൽ പ്രസ് ഡേ എന്നാണ് 16th നവംബർ. ഇനി 19th നവംബർ എന്താണ്? ഇന്റർനാഷണൽ മെൻസ് ഡേ. അതുപോലെ തന്നെ എന്താണ്? നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആണ്. ഇന്ത്യയുടെ നാഷണൽ ഇന്റഗ്രേഷൻ ഡേയും എന്നാണ്? 19th നവംബറിലാണ്. ഇനി വരുന്നത് 21st നവംബർ ആണ്. 21st നവംബറിൽ എന്താണ്? വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അതുപോലെ തന്നെ എന്താണ്? വേൾഡ് ഫിഷറീസ് ഡേയും അന്ന് തന്നെയാണ്. വേൾഡ് ആണ്. വേൾഡ് ടെലിവിഷൻ ഡേ, വേൾഡ് ഫിഷറീസ് ഡേ. ഓർത്തു വെക്കുക, 21st നവംബർ വേൾഡ് ടെലിവിഷൻ ഡേ ആൻഡ് വേൾഡ് ഫിഷറീസ് ഡേ. ഇനി 25th നവംബറിൽ എന്താണ്? 21st നവംബറിലാണ് പറഞ്ഞത്. ഇനി 25th നവംബറിൽ എന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. 25th നവംബറിൽ എന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. ഇനി 26th നവംബറിൽ എന്താണ്? നാഷണൽ ലോ ഡേ ഇൻ ഇന്ത്യ ആണ്. നാഷണൽ ലോ ഡേ എന്നാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെക്കുക, 26th നവംബർ ആണ്. അന്ന് തന്നെയാണ് എന്ത്? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അപ്പൊ ഇന്ന് ഈ 26th നവംബർ എന്നുള്ള ഡേറ്റ് നല്ല രീതിക്ക് ഓർത്ത് വെക്കുക, ഒരിക്കലും മറന്നു പോകരുത്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ്. അതുപോലെ തന്നെ നാഷണൽ ലോ ഡേ ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ ലോ ഡേയും എന്നാണ്? 26th നവംബറിൽ ആണ്. ഇനി 29th നവംബറിൽ എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് ദ പാലസ്തീനിയൻ പീപ്പിൾ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം നവംബറിലെ ഇമ്പോർട്ടന്റ് ഡേയ്സ് ഏതൊക്കെയാണ്. 9th നവംബർ വേൾഡ് ലീഗൽ സർവീസസ് ഡേ ആണ്. 10th നവംബർ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ. 9th നവംബർ വേൾഡ് ലീഗൽ സർവീസസ് ഡേ. 10th നവംബർ വേൾഡ് ഇമ്മ്യൂണൈസേഷൻ ഡേ. 11th നവംബർ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. 12th നവംബർ വേൾഡ് ന്യൂമോണിയ ഡേ. 11th നവംബർ എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആണ്. ഓർത്തു വെക്കണം, എഡ്യൂക്കേഷൻ ഡേ ഇമ്പോർട്ടന്റ് ആണ്. 12th നവംബർ എന്താണ്? വേൾഡ് ന്യൂമോണിയ ഡേ. ഇനി 30th നവംബർ എന്താണ്? വേൾഡ് കൈൻഡ്നസ് ഡേ ആണ്. അതുപോലെ 40th നവംബർ എന്താണ്? ചിൽഡ്രൻസ് ഡേ ആണ്. അതൊന്നും ഒരിക്കലും മറന്നു പോകാൻ സാധ്യതയില്ല, എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, 30th നവംബർ വേൾഡ് കൈൻഡ്നസ് ഡേ. 40th നവംബർ ചിൽഡ്രൻസ് ഡേ. ഇനി 16th നവംബർ എന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ ടോളറൻസ്. അതുപോലെ എന്താണെന്ന്? നാഷണൽ പ്രസ് ഡേയും കൂടെയാണ്. 19th നവംബർ എന്താണ്? ഇന്റർനാഷണൽ മെൻസ് ഡേ ആണ്. അതുപോലെ എന്താണ്? നാഷണൽ ഇന്റഗ്രേഷൻ ഡേയും കൂടെയാണ് ഇന്ത്യയുടെ. 16th നവംബർ ഇന്റർനാഷണൽ ഡേ ഫോർ ടോളറൻസ് ആൻഡ് നാഷണൽ പ്രസ് ഡേ. 19th നവംബർ ഇന്റർനാഷണൽ മെൻസ് ഡേ ആൻഡ് നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി 21st നവംബർ വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അതുപോലെ തന്നെ വേൾഡ് ഫിഷറീസ് ഡേ ആണ്. 25th നവംബർ ഇന്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആണ്. പിന്നെ 26th നവംബർ അന്ന് എന്താണ്? നാഷണൽ ലോ ഡേ ഇൻ ഇന്ത്യ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. 26th നവംബർ നാഷണൽ ലോ ഡേ ഇൻ ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. അപ്പൊ ഈ നമ്പറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏതാണ്? 26th നവംബർ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ പിന്നെ ഏതാണ് ഓർത്ത് വെക്കേണ്ടത്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ 11th നവംബറും ഓർത്ത് വെക്കണം. പിന്നെ 9th നവംബർ വേൾഡ് ലീഗൽ സർവീസസ് ഡേ. 9th നവംബർ, 11th നവംബർ ആൻഡ് 26th നവംബർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നവംബർ മാസത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സ് ഇതൊക്കെയാണ്. സോ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോസ് ഉണ്ടാവും. നമ്മൾ മാക്സിമം എക്സാമിന് മുന്നേ എല്ലാ ക്ലാസ്സസും കംപ്ലീറ്റ് ചെയ്യും. അതുപോലെ എന്തെങ്കിലും നോട്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് DM ചെയ്താൽ മതി.
ഓക്കെ. എനിക്ക് ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യുക, അല്ല വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കിൽ കയറിയിട്ട് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ താങ്ക് യു. എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.